കുക്കറിലിരുന്ന് വിസിലേക്കുന്ന സാധനം ഇടിവെട്ട് ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ ചെയ്യണം. വേറൊന്നുമല്ല, സൂചി ഗോതമ്പ് അതിനെ ആവശ്യത്തിന് എടുത്തിട്ട് കുക്കറിൽ വിസിലേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ്. കുറേ ദിവസം കൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ക്യാരറ്റും ബീൻസും ഒക്കെ ഇങ്ങനെ കരഞ്ഞരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കുനുകുനാ അരിഞ്ഞതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഐറ്റത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം. എന്നാലേ ഒരു സ്പെഷ്യൽ മാഗി റെസിപ്പി പോലെ തിന്നാൻ പറ്റുള്ളൂ. പിന്നെ മക്കൾക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് വെറുതെ കൊടുത്താൽ ഇങ്ങനത്തെ മിക്സൊന്നും ഇടാതെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. പക്ഷേ ഒരു പൊടിക്കൈയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. പിന്നെ നമ്മളല്ലേ എന്തിനേയും ഒന്ന് വളച്ചും തിരിച്ചുമൊക്കെ വെച്ച് പാചകത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്തിരിക്കുന്ന ആൾ പോലും കഴിക്കും. ദോശയും ഇഡ്ഡലിയും അപ്പവും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീനാക്ഷി പറഞ്ഞ വല്ലപ്പോഴും ഒന്ന് മാറ്റി പിടിക്കമ്മേന്ന്. പിന്നെന്താ, ഇങ്ങനെയൊക്കെ ഐറ്റങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറമുള്ള സാധനങ്ങൾ വരെ നമ്മളുണ്ടാക്കും അല്ലേ. ഇടയ്ക്കിടയ്ക്ക് മാഗിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്ന മസാല ഒരുപാട് ഞാൻ മാഗിയിൽ ഇട്ട് കൊടുക്കത്തില്ല. കുറച്ചൊക്കെ മിച്ചം പിടിച്ച് വയ്ക്കും. കാരണം എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും പുതിയ ഐറ്റങ്ങൾ ഉണ്ടാക്കുമ്പം ഈ മാഗിയുടെ മസാല ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ, അതിന് വേണ്ടി. അങ്ങനെ ആകുമ്പം ഇവർ രണ്ടുപേരും പ്ലേറ്റ് കാലിയാക്കും. അങ്ങനെ വെജിറ്റബിൾസൊക്കെ നല്ല വെന്ത് വന്നപ്പോഴത്തേക്കും തേങ്ങയും ഒക്കെ തിരുവി ഏകദേശം നമ്മളിപ്പം ക്വാണ്ടിറ്റി അനുസരിച്ചാണെങ്കിൽ ഒരു 4-5 പേരാണെങ്കിൽ 1 മുറി തേങ്ങ അല്ലെങ്കിൽ 1.5 മുറി തേങ്ങയൊക്കെ വേണം. തേങ്ങ എത്രത്തോളം ഇതിൽ ചേരുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം നമുക്ക് വീട്ടിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ വേണോ, നമുക്ക് നമ്മളുടെ ഇഷ്ടം അതനുസരിച്ച് എങ്ങനെ വേണോ ഇടാം. ഒക്കെ ഉണ്ടാക്കി കൊടുത്ത മാഗി മസാല ഒക്കെ ഇട്ട് കൊടുത്ത അമ്മുമ്മ കഴിക്കാത്ത അമ്മുമ്മ വരെ കഴിച്ചായിരുന്നു കേട്ടോ. അമ്മുമ്മ പറഞ്ഞു സൂപ്പർ. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, കേൾക്കാം. വേവുന്നതിലും ഓരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. കണക്കിന് വെള്ളം വെച്ച് ഉപ്പിട്ട് വേവിക്കുമ്പം കറക്റ്റ് ഒരു 3-4 വിസിലിനകം തന്നെ നമ്മൾ വാങ്ങി വെക്കണം. അല്ലെങ്കിൽ നല്ല പായസം പോലെ കുഴഞ്ഞു പോകും. വെള്ളം കണക്കിന് എല്ലാം കണക്കായാലേ ഇത് ടേസ്റ്റ് കൂടത്തുള്ളൂ. പിന്നെ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഉപ്പിടണം. ഉപ്പിട്ട് തന്നെ വേവിക്കണം. കാരണം നമ്മൾ പിന്നീട് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിക്കും. ഒക്കെ ഇഷ്ടമാവും. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം നമ്മളെ മീനാക്ഷി കുട്ടി പറയാണ്, അമ്മ ഫ്രൈഡ് റൈസ് പോലെ ഇരിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇനി ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇത്രയും അധികം ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ, ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയും കൂടെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലീസ് എല്ലാവർക്കും വേണ്ടിയാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസത്തിൽ ഓരോ ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ടിരിക്കുന്ന അമ്മയുണ്ട്. എല്ലാവരും സപ്പോർട്ടാണ് ഓരോ കാര്യത്തിനും, ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിൽ. ഇത് ഒരുപാട് തണുത്തു പോകാതെ ആ ചൂടോടുകൂടി, ആ ചെറിയൊരു ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും. പിന്നെ പാറൂസ് പിന്നെ പറയണ്ടല്ലോ, സൂപ്പർ അമ്മയെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് അടുക്കളയിൽ നിന്ന് കഴിപ്പായി, പിന്നെ ഇരുന്ന് കഴിപ്പായി.